ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പേളിമാണിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാനൊക്കെ ഉണ്ടാക്കുന്നതിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ് പേളിമാണിൻ്റെ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. പേളിമാണും ഉരുളിയിലാട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഉരുളിയിൽ ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് ഗുണമെന്ന് വെച്ചാൽ നമ്മൾ റൈസൊന്നും പുറത്തേക്ക് അങ്ങനെ ചാടിപ്പോവില്ല. അപ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളിയിൽ കുറച്ച് ഓയിലും, നമ്മൾ സൺഫ്ലവർ ഓയിലാട്ടാം, പിന്നെ ബട്ടറും. നമ്മൾ ഓയിൽ മാത്രമാണ് യൂസ് ആക്കാറ്. പക്ഷേ ഞാൻ പേളിമാണി ഉണ്ടാക്കുന്നത് സെയിം സ്റ്റെപ്സാണ് ഫോളോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓയിലും ബട്ടർ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ബട്ടറിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പം. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോർമലി വെളുത്തുള്ളി പച്ചമുളകും ഒന്നും ചേർത്ത് കൊടുക്കാറില്ല. പക്ഷെ അതൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ റൈസ് വന്നിട്ട് ഞാൻ തലേന്ന് തന്നെ കുക്ക് ചെയ്ത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ റൈസ് വിട്ട് കിട്ടുകയും ചെയ്യും, നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് വെജിറ്റബിൾസായി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബീൻസാണ്. ബീൻസിന് അത്യാവശ്യം വേവുള്ളതല്ലേ. അപ്പോൾ ബീൻസ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ബീൻസ് ഒന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ആയിട്ട് ഒന്നുകൊണ്ട് വഴണ്ട് വരുമ്പം നമുക്ക് ഇതിലേക്ക് അടുത്ത വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. അത് വെജിറ്റബിൾസൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. കൂട്ടിയും കുറച്ചും എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേറെയും ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവറൊക്കെ ചേർക്കുമ്പം പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കണം കേട്ടോ. ക്യാരറ്റും ബീൻസൊക്കെ കുറച്ചൊരു വേവ് ഉള്ളതല്ലേ. അപ്പോൾ അത് നമ്മൾ നോർമലി ഇങ്ങനത്തെ ചൈനീസ് റെസിപ്പീസൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത്രയും എണ്ണ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് എണ്ണ ഉണ്ടല്ലോ എന്ന്. ഒട്ടും കൂടുതലല്ല കേട്ടോ. അത് നമ്മൾ റൈസൊക്കെ ഇട്ട് വരുമ്പോൾ ലാസ്റ്റ് സെറ്റാവും. ഇനി ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഞാൻ ഗ്രീൻ കളർ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മറ്റേ ബെൽ പെപ്പർ റെഡ് യെല്ലോ ഒക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാളയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഒരു ഷോർട്ട് വീഡിയോ കണ്ടതാണ്. പേളി ചേച്ചി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ ഷോർട്ട്. ആ റെസിപ്പി വേറൊരാൾ ഫോളോ ചെയ്തിട്ടുണ്ടാക്കുന്നത് ആ ഒരു ഷോർട്ട് കണ്ടപ്പം എനിക്കും തോന്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിറക്കാറില്ലല്ലോ. പിന്നെ മാഗി ക്യൂബൊക്കെ ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതായത് നമ്മുടെ പേസ്റ്റില്ലേ, നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തത് വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് ഇഞ്ചി പേസ്റ്റ് മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റായി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ സ്പ്രിങ് ഓണിയൻ ഇല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും അത്യാവശ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ. സ്പ്രിങ് ഓണിയൻ ഫ്രൈഡ് റൈസിൽ മസ്റ്റാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഏകദേശം നമ്മുടെ വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ അത്യാവശ്യം ആ എണ്ണയൊക്കെ ഒന്ന് ഒതുങ്ങിയില്ലേ. നമുക്ക് കൂടുതൽ എണ്ണ തോന്നുന്നതാണ് കേട്ടോ. ഇനി ഞാനിവിടെ ചിക്കൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ വേവിച്ച്, അതായത് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ചിക്കൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പാക്കിൽ 2 പീസ് വരുന്ന 2 പീസ് ചിക്കൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ റെഡ് ചില്ലി സോസാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പേളിമാണി ഗ്രീൻ ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ അതാട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചിട്ട് ഷ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസിന് ഒരു യെല്ലോയിഷ് കളർ വരും. അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന്
മിക്സാക്കി എടുക്കുക. ഈ സോസിൻ്റെയും കാര്യങ്ങളും മൊത്തം ഒരുപാട് കൂടണ്ട കേട്ടോ. സോയ സോസൊന്നും ഒരിക്കലും കൂടി പോരുത്. ഇനി ഇതിലേക്ക് എരിവിന് നിങ്ങൾക്ക് നോർമലി ഉള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഞാനിവിടെ വൈറ്റ് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ബ്ലാക്ക് ആയാലും മതി കേട്ടോ. അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അത്യാവശ്യം പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സൈഡിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സെൻറ്ററിലേക്ക് നമ്മുടെ എണ്ണ എല്ലാം ഇറങ്ങി വരും. ഇനി ഞാനിവിടെ ഒരു 3 കോഴിമുട്ട നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലും ഒരു ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ സെൻറ്ററിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചിക്കി എടുക്കണേ. അപ്പോൾ ഇതുപോലെ സൈഡിലേക്ക് വെജിറ്റബിൾസും നമ്മുടെ മിക്സ് മാറ്റി വെച്ച ശേഷം നടുവിൽ നമ്മൾ ആ എണ്ണ തെളിഞ്ഞ് വരുമ്പം അതിലേക്ക് നമുക്ക് ഈ മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ചിക്കി എടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ട് ചിക്കി എടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്ത് ചിക്കി എടുക്കുക കേട്ടോ. നല്ലപോലെ ചിക്കി എടുക്കുക. ഞാൻ പറഞ്ഞോളൂ, ഞാൻ റൈസ് തലേന്ന് തന്നെ കുക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ റൈസും നല്ല പെർഫെക്റ്റ് ആയിട്ടും ഉണ്ടാവും. നമുക്ക് വിട്ട് നല്ലപോലെ കിട്ടുകയും ചെയ്യും കേട്ടോ. റൈസ് കേട് വരിക അങ്ങനെയൊന്നുമില്ല കേട്ടോ. നോർമലി 2 മണിക്കൂർ വെച്ചാൽ മതി. അതല്ല നിങ്ങൾക്ക് തലേന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഫ്രിഡ്ജിൽ മീൻസ് ഫ്രീസറിലല്ല, താഴെ ഫ്രിഡ്ജിൽ നമുക്ക് അരി നോർമലി കുക്ക് ചെയ്ത് എടുക്കുന്ന പോലെ തന്നെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അധികം പണിയൊന്നുമില്ല. കണ്ടില്ലേ, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് കേട്ടോ. അപ്പോൾ അതാ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് കുറേശ്ശെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൈസ് കണ്ടാൽ അറിയുന്നുണ്ടാവും, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ റൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ചിക്കൻ മാഗി ക്യൂബ് അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ, പിന്നെ ബട്ടർ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. അതുകൊണ്ടായിരിക്കും ഈ ഒരു ഫ്രൈഡ് റൈസ് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത്. നമ്മൾ ഉണ്ടാക്കുന്ന നോർമലി ഫ്രൈഡ് റൈസിനും ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അതാ റൈസൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ സൈഡിൽ നിന്നെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസ് നോർമലി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷും കൂടിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ഇതിന് മേലേക്ക് ഒരു ഇത്തിരി സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ.